ഹലോ എഞ്ചിനീയേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പൊ നമ്മള് ഇന്ന് RRB CBT2 എക്സാമിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിന്റെ അകത്തുള്ള ഒരു ടോപ്പിക്കാണ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് അല്ലെ. അപ്പൊ അതിന്റെ അകത്ത് നമ്മുടെ RRB എക്സാംസിലും അതുപോലെ SSC എക്സാംസ് അതുപോലെ നമ്മുടെ പൊതുവെ എന്താണ് ആ ഒരു ലെവലിലുള്ള പല എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ആ ഒരു 10 ക്വസ്റ്റ്യൻസിന്റെ കൂടെ തന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഒരു ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. 120+ ക്വാളിഫൈസ്, അത് ഓൾറെഡി നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്ത് പഠിച്ച് അല്ലെ, നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ തരാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഈ കാണിച്ചിരിക്കുന്ന ആ ഒരു QR സ്കാനിൽ ഒന്ന് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ആ ഡോക്യുമെന്റ് എന്താണ് ആ ഷീറ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ CBT2 എക്സാമിന്റെ ഡേറ്റ് ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞു 22 അല്ലെ, April 22-നാണ്. അപ്പൊ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല എന്താണ് സെറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതിന് ഒരു ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി ഒരു വീഡിയോ ആണ്. നമ്മൾ പൊതുവേ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് സബ്ജക്ട് അല്ലെ, അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ഒരു അത്യാവശ്യം സിമ്പിൾ ആയിട്ടൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ പൊതുവേ അധിക സ്ഥലത്തൊന്നും കാണാത്ത ഒരു ടോപ്പിക്, നിങ്ങൾക്ക് ആ ഒരു എന്താണ് കുറെ തപ്പി കണ്ടുപിടിച്ചാലൊക്കെ അല്ലെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു സബ്ജക്ട് ആണ് ഈ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗും അതുപോലെ ടണൽ എഞ്ചിനീയറിംഗ്. അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. സോ അതുകൊണ്ട് ആ ഒരു സബ്ജക്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ആണ്. നമുക്ക് ഇതുപോലെ ടണലിന്റെ വേറൊരു ഡിസ്കഷൻ നടത്താവുന്നതാണ്. സോ നമ്മൾ ആ ഒരു ബ്രിഡ്ജിന്റെ അകത്ത് നിന്ന് വന്നിട്ടുള്ള അതുപോലെ വരാൻ സാധ്യതയ്ക്കുള്ള ആ ഒരു ടോപ്പിക്സിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലെ, വെറുതെ കഥയൊന്നും പറഞ്ഞ് നിൽക്കുന്നില്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ് നമ്മളൊരു ബേസിക്സ് ആ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് നമ്മൾ പറയുന്ന ബ്രിഡ്ജിന്റെ പാർട്സ്. സോ അതിന്റെ ആ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻഡ് സപ്പോർട്ട് ഓഫ് എ ബ്രിഡ്ജ് ഈസ് കോൾഡ്. സോ അവിടെ പൊതുവേ നമുക്ക് കൺഫ്യൂഷൻ വരും. നമ്മൾ പൊതുവേ പറയുന്ന 2 ടേംസ് ആണ് ഈ അബട്ട്മെന്റ്സ്, പിയേഴ്സ് എന്നൊക്കെ അല്ലെ. സോ ഈ അബട്ട്മെന്റും പിയറും കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ എൻഡ് സപ്പോർട്ട് എന്ന് ചോദിച്ചാൽ എൻഡ് സപ്പോർട്ട് ഓഫ് എ ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ഞാൻ താഴെ ആ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതായതാണല്ലേ, ഇതാണ് നമ്മുടെ റിവർ. സോ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ എന്താണ് ആ ഒരു റിവർ സെക്ഷൻ അല്ലെ. സോ ആ ഒരു റിവർ ആണ്, ഞാൻ നീല തന്നെ വരക്കാം അല്ലെ. സോ ഈ കാണിച്ചിരുന്ന റിവർ ആണ്. സോ ആ റിവറിന്റെ ഒക്കെ ഇടയിൽ വരുന്ന ആ ഒരു ഇന്റർമീഡിയറ്റ് സ്പാനെയാണ് നമ്മൾ പിയേഴ്സ് അല്ലെ. സോ ആ ഇന്റർമീഡിയറ്റ് സ്പാൻ നമ്മൾ പിയേഴ്സ് എന്ന് പറയുന്നു. അതുപോലെ എന്താണ് എൻഡ് സപ്പോർട്ട്, ആ ഒരു എൻഡിൽ വരുന്ന ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു ഗ്രൗണ്ടിലേക്ക് അല്ലെ, ഇരു കരകളിലേക്കുമായിട്ട് നമ്മൾ ആ ബ്രിഡ്ജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആ എൻഡ് സപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അബട്ട്മെന്റ്സ് എന്ന് വിളിക്കുക അല്ലെ. സോ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എൻഡ് സപ്പോർട്ട് ഓഫ് ദ ബ്രിഡ്ജ് ആണ്. ഇന്റർമീഡിയറ്റ് ചോദിച്ചാൽ അത് പിയേഴ്സ് അല്ലെ. സോ അതുകൊണ്ട് എൻഡ് സപ്പോർട്ട് ചോദിച്ചതുകൊണ്ട് ആൻസർ എന്ത് വരും? ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, എബട്ട്മെന്റ്സ് ആണ് അല്ലെ. സോ എന്താണ് നമ്മൾ പറയുന്നത്, എബട്ട്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ആൻസർ. ഓക്കെ, സോ എബട്ട്മെന്റ്സ് ആണ് നമ്മളിവിടെ പറയുന്ന ആ ഒരു കേസ്. ഓക്കെ, സോ എബട്ട്മെന്റ്സ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 പോവാം. സോ ഇവിടെ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് എ ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ അല്ലെ. അപ്പൊ നിങ്ങൾ എഗെയിൻ ആ ഒരു ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഐഡിയ ഒക്കെ ആൾക്കാർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ കോമ്പണൻസ് അല്ലെ, ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ ഒരു സ്ട്രക്ചറലായിട്ടുള്ള എന്ത് എലിമെന്റും ആയിക്കോട്ടെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാറുണ്ട് പൊതുവെ. എന്താണ് ഒരു സബ് സ്ട്രക്ചറും അതുപോലെ എന്താണ് ഒരു സൂപ്പർ സ്ട്രക്ചർ അല്ലെ. സോ നമ്മൾ ആ ഒരു ലെവലിന്റെ ഗ്രൗണ്ട് ലെവലിന്റെ മേളിൽ വന്നാൽ യൂഷ്വലി അതിന് നമ്മൾ എന്താണ് ഒരു സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് പോലെ താഴെ പോയാൽ അത് സബ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ സിമിലർലി നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഈ ഒരു കേസിന് കാണാൻ പറ്റും അല്ലെ. ആ ഒരു ഗ്രൗണ്ട് ലെവൽ ബേസിക്കലി ഇതാണ് നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് ലെവല് അല്ലെ. സോ അതിന്റെ താഴെ വരുന്ന കമ്പണൻസ് ഒക്കെ ഫൗണ്ടേഷൻസ് ഉണ്ടാവും, അതുപോലെ ഈ പിയേഴ്സ്, എബട്ട്മെന്റ്സ്, അതുപോലെ ആ എബട്ട്മെന്റ്സിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പ്രൊട്ടക്റ്റീവ് വാൾസ് ഉണ്ട് അല്ലെ, വിങ് വാൾസ് ഉണ്ട്. അതൊക്കെ നമ്മൾ യൂഷ്വലി പറയുന്നതാണ് സബ്സ്ട്രക്ചർ ആണ്. ഇനി അതിന്റെ മേളിൽ വരുന്ന സാധനങ്ങളൊക്കെ ബ്രിഡ്ജ് ഡക്ക് ഉണ്ട്, അതുപോലെ പാരപെറ്റ് വാൾസ് ഉണ്ട് അല്ലെ, അങ്ങനെ പല പല സാധനങ്ങൾ. സോ ഈ പറഞ്ഞ ഗിർഡേഴ്സ്, ഡക്ക് സ്ലാബ് അല്ലെ, അതൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ പറയുന്നത് സൂപ്പർ സ്ട്രക്ചറിന്റെ എലമെന്റ് ആണ്. സോ ഈ ക്വസ്റ്റിനിൽ ചോദിച്ച കാര്യം എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് എ ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ അല്ലെ. സൂപ്പർ സ്ട്രക്ചറിന്റെ ഭാഗമല്ലാത്ത ആൾ ആരാണെന്നാണ്. അപ്പൊ നമുക്കിവിടെ ഓൾറെഡി അറിയുന്ന കാര്യമാണ് എന്താണ്, പിയേഴ്സ് ആണ് നമ്മുടെ എന്താണ് സൂപ്പർ സ്ട്രക്ചറിന്റെ ഭാഗമല്ല, അതെന്താണ് സബ്സ്ട്രക്ചർ ആണ് അല്ലെ. സോ അതുകൊണ്ട് ആൻസർ വരുന്നത് A ആണ്, പിയേഴ്സ് ആണ്. സോ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെ. സോ ഏതൊക്കെയാണ് സബ്സ്ട്രക്ചർ, ഏതൊക്കെയാണ് സൂപ്പർ സ്ട്രക്ചർ എന്നുള്ള കാര്യങ്ങൾ. സോ ഈ ഡക്ക് സ്ലാബ് ആ ബേസിക്കലി നമ്മുടെ ബ്രിഡ്ജിന്റെ ആ ഒരു കാരേജ് വേ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്ലാബ് അല്ലെ. സോ അത് ഡക്ക് സ്ലാബ്. അതെന്താണ് ഗിർഡേഴ്സ് എന്നാണ് ആ ഒരു ലോഞ്ചിറ്റ്യൂഡൽ ആയിട്ടുള്ള ബീംസ് അല്ലെ, ഗിർഡേഴ്സ് ഐ സെക്ഷൻ ഒക്കെയാണ് നമ്മൾ ഗിർഡേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. സോ അങ്ങനെ വരുന്നത് ഡയഫ്രംസ് ഉണ്ട്, അതുപോലെ വരുന്ന എന്താണ് കാരേജ് വേസ്, അതുപോലെയുള്ള പല പല കാര്യങ്ങൾ, പാരപെറ്റ് വാൾസ്, പ്രൊട്ടക്റ്റീവ് വാൾസ് ഉണ്ട് അല്ലെ, ഹാൻഡ് റെയിൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ യൂഷ്വലി എന്താണ് ആ ഒരു
സൂപ്പർ സ്ട്രക്ചറിന്റെ അകത്താണ് അല്ലെ. ബേസിക്കലി ആ ഒരു ഗ്രൗണ്ടിന്റെ മേളിലായിട്ട് വരുന്ന ഒരു സാധനമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ക്ലാസിഫൈ ചെയ്യുന്നത്. സോ അതാണ് ആ ഒരു ഡിഫറെന്റ് പാർട്സ് ഓഫ് എ ബ്രിഡ്ജസിന്റെ കേസ് നമ്മൾ പറയുന്നത്, സൂപ്പർ സ്ട്രക്ചറും സബ് സ്ട്രക്ചറും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എഗെയിൻ ആ ഒരു ബ്രിഡ്ജസിന്റെ അകത്ത് വരുന്ന ഒരു കോമ്പണന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ സബ് സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും പറഞ്ഞു അല്ലെ. ഇനി ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു കണക്ഷന്റെ കേസാണ്. എന്താണ്? സപ്പോർട്ട്സ് പ്രൊവൈഡഡ് ടു ദ സൂപ്പർ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ബ്രിഡ്ജ് അറ്റ് ദ അബട്ട്മെന്റ് ആൻഡ് പിയർ അല്ലെ. സോ ഈ ഒരു കേസിനാണ്, ഇത് പിയർ ആണ്, ഇത് നമ്മൾ പറയുന്നതാണ് ആ സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ഒരു കോമ്പണന്റ് അല്ലെ. എന്താണ്? ഫോർ അലൗയിങ് ഫ്രീ ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ആംഗുലർ മൊമെന്റ്, അതായത് ഡിഫ്ലക്ഷൻസ് അതുപോലെ റൊട്ടേഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ആ ഇടയിൽ കൊടുക്കുന്ന കണക്ഷൻസിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന് നമ്മൾ പറയുന്ന പേരാണ് ബിയറിങ്സ് അല്ലെ. സോ ആ ഒരു ബിയറിങ്സിന്റെ മേളിലാണ് ബേസിക്കലി സൂപ്പർ സ്ട്രക്ചർ, ബിയറിങ്സിന്റെ താഴെയാണ് നമ്മൾ പറയുന്ന സബ് സ്ട്രക്ചർ. സോ ആ ഒരു കേസ് ഓർത്ത് വെക്കുക. സോ ഈ ഒരു കേസിൽ നമ്മൾ പറയുന്നതാണ് ബിയറിങ്സ് ആണ് ഈ പറയുന്ന സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡും അതുപോലെ എന്താണ് മൊമെന്റ്സ് ഒക്കെ താഴെയുള്ള സബ് സ്ട്രക്ചറിലേക്ക് കൊടുക്കുന്നത് അല്ലെ. വിത്തൗട്ട് ഫെയിലിയർ ആ ഒരു ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി, ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ അവിടെ അല്ലെ, ആ ഒരു എന്താണ് ആ ഫെയിലിയർ ഇല്ലാത്ത രീതിയിൽ താഴോട്ടേക്ക് കൊടുക്കുന്ന ആ ഒരു എലമെന്റ് ആണ് നമ്മൾ പറയുന്ന ബിയറിങ്സ്. അതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണ്? ഇത് യൂഷ്വലി ക്ലാസിഫിക്കേഷൻ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ എന്താണ് ആ ഒരു ബ്രിഡ്ജ് എഞ്ചിൻ എന്ന സബ്ജക്റ്റിന്റെ അകത്ത്. സോ അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് എന്താണ്? ബ്രിഡ്ജ് ഹാവിംഗ് മാക്സിമം സ്പാൻ ഓഫ് 6 മീറ്റേഴ്സ്. ആ ഒരു മാക്സിമം 6 മീറ്റർ സ്പാൻ വരുന്ന ടൈപ്പ് ഓഫ് ബ്രിഡ്ജസിന് എന്താ പറയാന്ന് പറഞ്ഞാല് അല്ലെ, ആ ഒരു ഫിഗർ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഐഡിയ ഉണ്ടാവും നമുക്ക്. ആ എക്സാമിന് ഫിഗർ ഒന്നും തരൂല അല്ലെ. സോ എന്താണ്? കൾവേർഡ്സ് ആണ് അതല്ലേ. സോ 6 മീറ്ററിന്റെ താഴെ ആ സ്പാനിന്റെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറയാം. ആ സ്പാനിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? സ്പാൻ ഗ്രേറ്റർ ദാൻ 120 ആണെങ്കിൽ അത് നമ്മൾ ലോങ് സ്പാൻ ബ്രിഡ്ജ് എന്ന് പറയും. സോ ഇറ്റ് ഈസ് കോൾഡ് ലോങ് സ്പാൻ ബ്രിഡ്ജ്. അതുപോലെ 30 to 120 ആണെങ്കിൽ അത് മേജർ ബ്രിഡ്ജ് ആണ്. അതുപോലെ എന്താണ്? 6 to 30 ആണെങ്കിൽ അത് മൈനർ ബ്രിഡ്ജ്. അതുപോലെ എന്താണ്? ലെസ് ദാൻ 6 ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ കൾവേർട്ട് ആണെന്ന് പറഞ്ഞല്ലേ. സോ കൾവേർട്ട് ആണ് ലെസ് ദാൻ 6 മീറ്റർ. അതുപോലെ ലെസ് ദാൻ 1 എന്ന് പറയുന്ന കേസ് പറയാറുണ്ട്. ചില കേസിൽ എന്താണ്? വെന്റ് വേസ് ആണ് നമ്മൾ അതിനെ പറയുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് വെന്റ് വേസ്. സോ ഇതാണ് ആ ഒരു ലെങ്ത് വൈസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഓർത്ത് നോക്കിയത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല എക്സാംസിന് വരാറുള്ള ഒരു സാധനമാണ്. സോ അതുകൊണ്ട് ഇത് ഒന്ന് കാര്യമായിട്ട് ഒന്ന് നോക്കി വെക്കുക അല്ലെ. സോ ബ്രിഡ്ജ് ഹാവിംഗ് മാക്സിമം സ്പാൻ ഓഫ് 6 മീറ്റേഴ്സ് ഈസ് കോൾഡ് എന്താണ്? നമ്മൾ പറയുന്നത് കൾവേർട്സ് ആണ്. ഓക്കെ, ആ കൾവേർട്സ് ബേസിക്കലി നമ്മൾ റോഡിന്റെ കേസിൽ ആ രണ്ട് സൈഡിലുള്ള ആ ഒരു അല്ലെ വാട്ടറിനെ കണക്ട് ആ ഒരു ഡ്രെയിനേജ്, ക്രോസ് ഡ്രെയിനേജ് ഒക്കെ ആയിട്ട് നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ കൾവേർട്സ് എന്ന് പറയാം അല്ലെ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 5 അഗെയിൻ ക്ലാസിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫ്ലോറിംഗ് ഓഫ് എ ബ്രിഡ്ജ് ഈസ് സപ്പോർട്ടഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സപ്പോർട്ടിംഗ് അല്ലെ. സോ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആദ്യം. അപ്പൊ അവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഫ്ലോറിംഗ് ഓഫ് ദ ബ്രിഡ്ജ് ഈസ് സപ്പോർട്ടഡ് ഓൺ ദ ടോപ്പ് ഓഫ് സപ്പോർട്ട്സ് അല്ലെ. അപ്പൊ നമ്മുടെ സപ്പോർട്ട്സ് ഉണ്ട് എന്താണ് അതിന്റെ മേളിലല്ലേ. സോ സപ്പോർട്ട്സ് ഉണ്ട്. അപ്പൊ അതിന്റെ മേളിൽ എന്താണ്? ആ ഒരു ഫ്ലോർ ഓഫ് ദ ബ്രിഡ്ജ് അല്ലെ. അതായത് ബേസിക്കലി വെഹിക്കിൾസ് മൂവ് ചെയ്ത് പോകുന്ന ആ ഒരു എലമെന്റ് അല്ലെ. സോ ആ ഒരു ഫ്ലോർ എന്താണ്? ഡയറക്ട്ലി ഓവർ ദ എന്താണ് ആ ഒരു അല്ലെ എന്താണ് ആ ഒരു എന്താണ് സപ്പോർട്ടിന്റെ മേലാണ് അല്ലെ. ഫ്ലോറിംഗ് ഓഫ് ബ്രിഡ്ജ് ഈസ് സപ്പോർട്ടഡ് ഓൺ ദ ടോപ്പ് ഓഫ് സപ്പോർട്ട്സിന്റെ കേസ് അല്ലെ. സോ ടോപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലേ. ആ ഒരു സൂപ്പർ സ്ട്രക്ചറിന്റെ ഏറ്റവും മേളിൽ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ബ്രിഡ്ജ്, അതായത് ബ്രിഡ്ജിന്റെ ഫ്ലോർ ആ വെഹിക്കിൾസ് പാസ് ചെയ്ത് പോകുന്നത് നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിന്റെ ഏറ്റവും മേളിലേക്ക് കൂടി ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഡെക്ക് ബ്രിഡ്ജ്. സോ ഈ ഒരു കേസ് നിങ്ങൾ നോക്കിയല്ലേ. സോ ഈ കേസ് എന്താണ്? ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻ ആ ഒരു ബ്രിഡ്ജിന്റെ എൻറ്റയർ ബ്രിഡ്ജ് സ്ട്രക്ചറിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷനിലേക്ക് കൂടിയാണ് നമ്മുടെ വെഹിക്കിൾസ് അവിടെ മൂവ് ചെയ്ത് പോവുക അല്ലെ. സോ അങ്ങനെയുള്ള ബ്രിഡ്ജസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡെക്ക് ബ്രിഡ്ജ് എന്ന് പറയാം. സോ അതാണ് നമ്മൾ പറയുന്ന ഡെക്ക് ബ്രിഡ്ജ് അല്ലെ. ഇനി നിങ്ങൾ ഈ ഫിഗർ നോക്കിയേ. സോ ഈ ഫിഗറിനകത്ത് അല്ലെ, സോ ഈ ഒരു ഹൗറ ബ്രിഡ്ജിന്റെ അങ്ങനെ ഇമേജ് ആണ് അതല്ലേ. സോ ഹൗറ ബ്രിഡ്ജിന്റെ കേസാണ്. സോ അവിടെ എന്താണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ വെഹിക്കിൾസ് പോകുന്ന ഏതാണ്? ആ ഒരു ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റിലേക്ക് കൂടി അല്ലെ. ആ ഒരു സൂപ്പർ സ്ട്രക്ചറിന്റെ എന്താണ് ബോട്ടം മോസ്റ്റ് പോയിന്റിലേക്ക് കൂടിയാണ് നമ്മുടെ വെഹിക്കിൾസ്. ഈ കണ്ട ഫിഗർ ഫസ്റ്റ് കാണിച്ച ഫിഗറിൽ എന്താണ്? ആ ഒരു സൂപ്പർ സ്ട്രക്ചറിന്റെ ടോപ്പ് മോസ്റ്റ് പോർഷനിലേക്ക് കൂടി ആയിരുന്നു നമ്മുടെ വെഹിക്കിൾസ് പോകുന്നത്. സോ അത് ഡെക്ക് ബ്രിഡ്ജ്. അതുപോലെ എന്താണ് ഈ ഒരു സാധനം, അതായത് നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിന്റെ അടിയിലേക്ക് കൂടിയാണ് വെഹിക്കിൾസ് മൂവ് ചെയ്ത് പോകുന്നത്. ആ ഒരു വെഹിക്കിൾസിനായിട്ടുള്ള ഫ്ലോർ കൊടുത്തിട്ടില്ലെങ്കിൽ ആ കേസ് നമ്മൾ പറയുന്നതാണ് ത്രൂ ബ്രിഡ്ജ്. അതാണ് ത്രൂ ബ്രിഡ്ജ്. ഇനി ഇത് രണ്ടും അല്ല, ഇതിന്റെ ഒക്കെ ഇടയിൽ, അതായത് ഇൻ കേസ് ഏതെങ്കിലും ഒരു സൂപ്പർ സ്ട്രക്ചർ ഇങ്ങനെയാണല്ലേ, അപ്പൊ അതിന്റെ എന്താണ് ആ ഒരു എൻറ്റയർ സൂപ്പർ സ്ട്രക്ചർ ഇങ്ങനെ അതിന്റെ ഇടയിൽ, അത് ടോപ്പിലും അല്ല ബോട്ടത്തിലും അല്ല. സോ അങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ പറയുന്നതാണ് സെമി ത്രൂ ബ്രിഡ്ജ് ആണ്. സോ ആ ഒരു പേരും കൂടി ഓർത്ത് വെക്കുക. ആ ഒരു എന്താണ് നമ്മുടെ ഫ്ലോർ സൂപ്പർ സ്ട്രക്ചറിന്റെ ആ ഒരു വെഹിക്കിൾസ് മൂവ് ചെയ്യുന്നത് സൂപ്പർ സ്ട്രക്ചറിന് ഏറ്റവും മേളിലേക്ക് കൂടിയുള്ള ഒരു ഫ്ലോർ ആണെങ്കിൽ
അത് ഡെക്ക് ബ്രിഡ്ജ്, ഏറ്റവും താഴെ കൂടിയാണെങ്കിൽ ത്രൂ ബ്രിഡ്ജ്, ഇടയിലേക്ക് കൂടിയാണെങ്കിൽ സെമി ത്രൂ ബ്രിഡ്ജ് അല്ലെ. സോ അതാണ് നമ്മൾ പറയുന്ന ആ ഒരു കേസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 പോകാം. അഗൈൻ ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണ്? ലോഡിംഗ് ഈസ് ടു ബി നോർമലി അഡോപ്റ്റഡ് ഫോർ ടിംബർ ബ്രിഡ്ജസ്. ഏത് ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ്? അത് IRC ക്ലാസ് ലോഡിംഗ് ആണ്. അതിൽ ഏതാണ് നമ്മൾ ടിംബർ ബ്രിഡ്ജിന് യൂസ് ചെയ്യാനുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. സോ ഇവിടെ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അത് ക്ലാസ് A ലോഡിംഗ് ആണോ, ക്ലാസ് AA ലോഡിംഗ് ആണോ, ക്ലാസ് 70R ലോഡിംഗ് ആണോ, അല്ലെങ്കിൽ ക്ലാസ് B ലോഡിംഗ് ആണോ ഉള്ളത്. സോ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല സ്ഥലത്തും കാണാറുണ്ട്. അതെന്താണ് ഈ പറയുന്ന ടിംബർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ടെമ്പററി ബ്രിഡ്ജിന്റെ കേസ്. സോ ടെമ്പററി ബ്രിഡ്ജിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ആ ലോഡിംഗ് ക്ലാസ് എന്ന് പറയുന്നത് IRC ക്ലാസ് B ആണ്. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ D ആണ്. അതുപോലെ എന്താണ് ഈ മേളിൽ തന്നിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ 3 സാധനവും നമ്മൾ പെർമനന്റ് ബ്രിഡ്ജസിന്റെ കേസിലാണ്. സോ ദീസ് ആർ യൂസ് ഫോർ പെർമനന്റ് ബ്രിഡ്ജസ് അല്ലെ. ആ പെർമനന്റ് ബ്രിഡ്ജസിന്റെ കേസിലാണ് നമ്മൾ ഈ ക്ലാസ് A, ക്ലാസ് AA, അതുപോലെ ക്ലാസ് 70R. സോ ക്ലാസ് 70R എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് നമ്മൾ യൂഷ്വലി ആ ക്ലാസ് AA ഒരു റിവിഷൻ ആയിട്ടാണ് ഈ ക്ലാസ് 70R പറയാം. സോ അവിടെ 70 എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു വെഹിക്കിളിന്റെ ഒരു ട്രാക്ക്ഡ് വെഹിക്കിളിന്റെ കേസിൽ വരാൻ ചാൻസ് ഉള്ള ഏറ്റവും മാക്സിമം ലോഡാണ് അല്ലെ. സോ 70 എന്ന് പറയുന്നത് എന്താണ് ട്രാക്ക്ഡ് വെഹിക്കിളിന്റെ മാക്സിമം ലോഡാണ് അല്ലെ. സോ 70 ടൺസ്. അതുപോലെ വീൽഡ് വെഹിക്കിൾ ആണെങ്കിൽ, സോ ട്രാക്ഡ് വെച്ചാൽ ട്രെയിനിന്റെ കേസ് അല്ല, വീൽഡ് വെഹിക്കിൾ ആണ് നമ്മൾ പറയുന്നത് 40 ടൺസ് ആണ് ഈ പറയുന്ന എന്താണ് മാക്സിമം ലോഡ്. സോ അത് ക്ലാസ് 70R കേസ് നമ്മൾ പറഞ്ഞ ക്ലാസ് AA ഒരു റിവിഷൻ, അതാണ് 70 റിവൈസ്ഡ് ആണ് R എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു വെഹിക്കിളിന്റെ മാക്സിമം വെയിറ്റും കൂടി നോക്കി നോക്കുക. 70 ടൺസ് ആണ് ട്രാക്ഡ് വെഹിക്കിളിന്. അതുപോലെ എന്താണ് വീൽഡ് വെഹിക്കിളിന്റെ കേസിൽ 40 ടൺസ്. അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ് പെർമനന്റ് ബ്രിഡ്ജസിന്റെ ക്ലാസ് ആണല്ലേ. അപ്പൊ ടെമ്പററി ബ്രിഡ്ജസ് അല്ലെങ്കിൽ ടിംബർ ബ്രിഡ്ജസിന് ഏത് കോഡാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഏത് കാറ്റഗറിയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ നമ്മൾ പറയുന്നത് ക്ലാസ് B ആണ് അല്ലെ. സോ IRC ക്ലാസ് B ലോഡിംഗ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 പോവാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താണ്? ഹെഡിങ് അപ്പ് ഓഫ് വാട്ടർ അബൌവ് ഇറ്റ്സ് നോർമൽ ലെവൽ വൈൽ പാസിംഗ് അണ്ടർ ദ ബ്രിഡ്ജ് ഈസ് നോൺ ആസ് അല്ലെ. സോ ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അത് ബ്രിഡ്ജിന്റെ കേസിൽ മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ കൺസിഡർ ചെയ്യുക, ഒരു വിയറോ അല്ലെ, ഒരു വിയറോ ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി ഇനീഷ്യലി വാട്ടർ എന്താണല്ലേ, ഇനീഷ്യലി വാട്ടർ ആ വിയർ ഇല്ലാത്ത സമയത്ത് വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു അല്ലെ. അവിടെ നമ്മളൊരു വിയറോ അല്ലെങ്കിൽ ബ്രിഡ്ജിന്റെ ആ ഒരു പിയറോ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു അല്ലെ. അപ്പൊ നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മഴ പെയ്ത് ഒഴുകുന്ന ഒരു ചാലിന്റെ കുറുകി ഒരു കല്ലിട്ട് എന്താ സംഭവിക്കാറ്? പൊതുവെ അതിന്റെ ആ ഒരു ലെവൽ ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്താൽ രണ്ട് സൈഡിലേക്ക് കൂടെ അങ്ങനെ പോകും അല്ലെ. സോ ആ ഒരു ഇൻക്രീസ് ഇൻ വാട്ടർ ലെവൽ, സോ അതാണ് ഈ ക്വസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത്. എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നത് കാരണം എന്താണ് ആ ഒരു ഹെഡിങ് അപ്പ് ഓഫ് വാട്ടർ അബോവ് ഇറ്റ്സ് നോർമൽ ലെവൽ, ഇതാണ് നമ്മൾ പറഞ്ഞ നോർമൽ ലെവല്. അതിന്റെ മേളിൽ വന്ന ആ ഒരു ഇൻക്രീസ് ഇൻ ഹെഡ് ആണ് ചോദിച്ചത് അല്ലെ. സോ അതിന് നമ്മൾ പറയുന്ന സാധനമാണ് എഫ്ലക്സ് ആണ്. അത് ബ്രിഡ്ജിന്റെ കേസിൽ മാത്രമല്ല, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പല സ്ഥലത്ത് കാണാം, ഇറിഗേഷൻ്റെ അകത്തും വരാം അല്ലെ, അങ്ങനെ എവിടെയും വരാം. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നത് കാരണം അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഇൻക്രീസ് ഇൻ ഹെഡിനെയാണ് നമ്മൾ എഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 പോവാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 8 RRBയിൽ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ട്രസ്ഡ് ബ്രിഡ്ജ് മാക്സിമം ലിമിറ്റ് ഓഫ് സ്പാൻ ഈസ് അല്ലെ. സോ ഒരു ട്രസ്ഡ് ബ്രിഡ്ജിന്റെ കേസിൽ മാക്സിമം ലിമിറ്റ് ഓഫ് സ്പാൻ എത്രയാണെന്ന് ചോദിച്ചില്ല അല്ലെ. സോ 18 to 30 ആണോ, 50 to 150 ആണോ, 3 to 7.5 ആണോ, 30 to 80 ആണോ ഒക്കെയാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുക, അത് പല സ്ഥലത്ത് നിങ്ങൾ നോക്കിയാൽ പല ആൻസറുകൾ കാണാം. എന്നാൽ യൂഷ്വലി നമ്മൾ ഒരു 100 മീറ്റർ ഒക്കെ എന്താണ് അത്യാവശ്യം ഓക്കെ ആയിട്ട് നമുക്ക് ഒരു ട്രസ് ബ്രിഡ്ജ് കൊടുക്കാൻ പറ്റുന്ന ഒരു ലെങ്ത് ആണ് അല്ലെ. സോ അതുകൊണ്ട് ഇവിടെ എന്താണ് അത് നമ്മൾ പറയുന്ന ആ ഒരു 50 to 150 അല്ലെ, 100 എന്ന് പറയുന്ന വാല്യൂ വരുന്നത് ആ ഒരു റേഞ്ചിന്റെ അകത്താണ് അല്ലെ. സോ അതുകൊണ്ട് 50 to 100 മീറ്റേഴ്സ് ആണ് നമ്മൾ യൂഷ്വലി പറയുന്ന ആ ഒരു മാക്സിമം ലിമിറ്റ് ഓഫ് സ്പാൻ അല്ലെ. ആ ഒരു ട്രസ് ബ്രിഡ്ജിന്റെ കേസിൽ പറയുന്ന ആ ഒരു മാക്സിമം ലിമിറ്റ് ഓഫ് സ്പാന്റെ കേസ് പറയുന്നത്. സോ ആ ഒരു കേസ് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 പോകാം. ഇതൊരു എന്താണ് സൈറ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മുടെ RRB സിലബസിൽ മെൻഷൻഡ് ആയിട്ടുണ്ട് അല്ലെ. സോ അതിന്റെ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which of the following point shall be given more weightage while selecting a site for major bridge with length more than 300 meters അല്ലെ. സോ അത് ആ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ക്ലാസിഫിക്കേഷനിൽ ആ ഒരു ലെങ്ത്തിന് അനുസ്പദമായിട്ടാണ് നമ്മൾ എന്താണ് ആ ഒരു കണ്ടീഷൻസ്, നമ്മൾ ആ സൈറ്റ് സെലക്ട് ചെയ്യുന്ന ആ ക്രൈറ്റീരിയാസിൽ മാറ്റം വരുത്തുന്നത് അല്ലെ. സോ യൂഷ്വലി നമ്മൾ പറയുന്നത് ലെസ് ദാൻ 60 മീറ്റേഴ്സ് ആണ്. ഞാൻ താഴെ എഴുതാം. സോ ലെസ് ദാൻ 60 മീറ്റേഴ്സ് ആണെങ്കിൽ അല്ലെ, സോ ലെസ് ദാൻ 60 മീറ്റേഴ്സ് ആണെങ്കിൽ ഫാക്ടേഴ്സ് കൺസിഡേർഡ് എന്ന് പറയുന്നത്
നമ്മൾ യൂഷ്വലി എന്താണ് ഒരു 60 മീറ്ററിൽ താഴെയുള്ള അത്യാവശ്യം നമുക്ക് എന്താണ് ആ ഒരു ഇടയിൽ പിയേഴ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്ന സാധ്യത കുറവായിരിക്കും. ഡയറക്റ്റ്ലി എന്താണ് ആ ഒരു 2 അബട്ട്മെന്റ്സ് മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. സോ നമ്മൾ യൂഷ്വലി അവിടെ അപ്രോച്ചസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ആ ഒരു അപ്രോച്ചസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ യൂഷ്വലി ലെസ് ദാൻ 60 മീറ്ററിന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ അല്ലെ. സോ എന്താണ് അലൈൻമെന്റ് ഓഫ് അപ്രോച്ചസ് ആണ്. സോ ലെസ് ദാൻ 60 മീറ്റർ ആണെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ അലൈൻമെന്റ് ഓഫ് അപ്രോച്ചസ് മാത്രമാണ്. ഇനി 60 മീറ്റർ ടു 300 മീറ്റർ ആണെങ്കിൽ അവിടെ നമ്മൾ അലൈൻമെന്റ് ഓഫ് അപ്രോച്ചസും കൺസിഡർ ചെയ്യും, അലൈൻമെന്റ് ഓഫ് അപ്രോച്ചും കൺസിഡർ ചെയ്യാറുണ്ട്. അതുപോലെ എന്താണ് അവിടെ എന്തായാലും എന്താണ് നമുക്ക് ആ ഒരു പിയേഴ്സോ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരും അല്ലേ. സോ അതുകൊണ്ട് ആ ഒരു സൈറ്റിന്റെ ക്യാരക്ടേഴ്സ് നല്ല ജിയോളജിക്കലി സൗണ്ട് ആയിട്ടുള്ള ഫൗണ്ടേഷനിലൊക്കെയുള്ള എന്താണ് ആ ഒരു പിയേഴ്സ് ഒക്കെ അടിക്കാനുള്ള ജിയോളജിക്കലി സൗണ്ട് ഫൗണ്ടേഷൻ സോയിലൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയണം അല്ലെ. സോ അതുകൊണ്ട് സൈറ്റ് സെലക്ഷൻ അല്ലെ, സൈറ്റ് ഫീച്ചേഴ്സും കൂടി എന്താണ് നമ്മൾ പറയുന്ന ഫാക്ടർ കൺസിഡേർഡ് ആണ്. ഇനി ഗ്രേറ്റർ 30 അല്ല 300 അല്ലെ. സോ ഗ്രേറ്റർ ദാൻ 300 മീറ്റർ വരുന്ന കേസിൽ എന്താണ് അലൈൻമെന്റ് വലിയൊരു ഫാക്ടർ അല്ല, ജസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സൈറ്റ് ഫീച്ചേഴ്സ് മാത്രമാണ്. സോ സൈറ്റ് ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ ഈ ഒരു ടേബിൾ അതുപോലെ പഠിച്ചു നോക്കിയത് ഒരുപാട് സ്ഥലങ്ങളിൽ എന്താണ് ഈ RRB SSC ടൈപ്പ് ഓഫ് എക്സാംസിലൊക്കെ വരുന്ന ഒരു സൈറ്റ് സെലക്ഷന്റെ ബേസിൽ ഒരു ക്വസ്റ്റൻ ആണ്. സോ അതുകൊണ്ട് ഇത് ഓർത്ത് വെക്കുക, ലെസ് ദാൻ 60 മീറ്റേഴ്സ് ആകുമ്പോൾ അലൈൻമെന്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. 60 to 300 ആണെങ്കിൽ അലൈൻമെന്റും കൺസിഡർ ചെയ്യും, സൈറ്റും കൂടി കൺസിഡർ ചെയ്യും. ഇനി 300 മേളിലാണെങ്കിൽ അവിടെ ഒരു ലോങ് ആയിട്ടുള്ള ബ്രിഡ്ജ് ആണ്. സോ കുറെ സ്പാൻസ് ഉണ്ടാവും, കുറെ പിയേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അവിടെ എന്താണ് ആ സൈറ്റ് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. സോ അതുകൊണ്ട് ഇതാണ് ആ ഒരു കാറ്റഗറി അല്ലെ, ആ ഒരു ക്ലാസിഫിക്കേഷൻ. ഇവിടെ പറയുന്ന കാര്യം എന്താണ്, ലെങ്ത് മോർ ദാൻ 300 മീറ്റർ ആയതുകൊണ്ട് ഗുഡ് സൈറ്റ് ഫോർ പ്രോപ്പർ ബ്രിഡ്ജ് ആണ് നമ്മളിവിടെ പറയുന്ന ആ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ലെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം, ക്വസ്റ്റ്യൻ നമ്പർ 10. സോ എന്താണ് ലോങ് കണ്ടിന്യൂസ്, ഇത് ക്ലാസിഫിക്കേഷന്റെ ബേസിലാണ് ഒരുപാട് സ്ഥലങ്ങളിൽ വന്ന ക്വസ്റ്റൻ ആണ്. ലോങ് കണ്ടിന്യൂസ് സ്ട്രക്ചർ ക്യാരിങ് ദ റോഡ് ഓർ റെയിൽവേ ലൈൻ ഓവർ എ ഡ്രൈ വാലി അല്ലെ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 സൈഡിൽ എന്താണ് ആ ഒരു ഹൈറ്റ് ഓഫ് ലാൻഡ് കൂടുതൽ, അതിന്റെ ഇടയിൽ ചെറിയൊരു ഡിപ്രഷൻ, ചെറിയൊരു വാലിയാണ് അല്ലെ. സോ അതിന് കുറുകയായിട്ട് നമ്മൾ ഈ രീതിയിൽ, ഇത് ഒരു റെയിൽവേ ബ്രിഡ്ജ് ആണ് കാണുന്നത് അല്ലെ. സോ ഇതുപോലെ ഒരു ഹൈവേ ബ്രിഡ്ജും വരാം. സോ അങ്ങനെയുള്ള അത് സ്മോളർ സ്പാൻസ് ആണ്, കുറെ സ്മോൾ സ്പാൻസ് ആണ് അവിടെ നിന്ന് കാണാൻ പറ്റുക അല്ലെ. കുറെ സ്മോൾ സ്പാൻസിലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ബ്രിഡ്ജ്, ആ ഒരു സ്മോൾ സ്പാൻ ബ്രിഡ്ജ് കണക്ടിങ് എന്താണ് ആ ഒരു വാലിന്റെ അപ്പുറത്തുള്ള 2 എലിവേറ്റഡ് ഗ്രൗണ്ട്സ് അല്ലെ. സോ അങ്ങനെയുള്ള ബ്രിഡ്ജസിനെയാണ് നമ്മൾ പറയുന്നത് വയഡക്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് കോൾഡ് എ വയഡക്റ്റ്. സോ ഇത് ഓർത്ത് വെക്കുക, ഒരുപാട് സ്ഥലങ്ങൾ വന്നൊരു ക്വസ്റ്റൻ ആണ്. സോ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡിസ്കഷൻ ഇവിടെ എൻഡ് ചെയ്യാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയില് എന്താണ് ബാക്കിയുള്ള കുറച്ച് കാര്യം, ഈ ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ടണലിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാം അല്ലെ. സോ അത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് മേജർ ആയിട്ട് നോക്കി വെക്കുക. നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് തോന്നിയ ആ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്തതാണ്. അപ്പൊ നമ്മുടെ എന്താണ് അടുത്ത അല്ലെ April 9 പുതിയ ഓവർസിയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത് 4,999 രൂപയാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ഈ എക്സാംസ് ഒരുപാട് കേരള PSC ഒരുപാട് ഓവർസിയർ എക്സാംസ് ഇടയ്ക്കിടെ നടത്തുന്നതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് ജോലി കയറാനുള്ള സാധ്യത കൂടുതലാണല്ലോ ഒരു ഓവർസിയർ എക്സാം എഴുതിയിട്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ആ നമ്പർ താഴെ ഒരു നമ്പർ ഉണ്ടല്ലേ 9995 100 800 അല്ലെ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.